ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെയും ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാതെയും ഒറ്റയ്ക്ക് ആരെയും കൂട്ടില്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ എപ്പോഴെങ്കിലും നമ്മൾ പലർക്കും അത് തോന്നിയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മനസ്സിലുള്ള വിഷമം, നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സംഘർഷം, അത് എത്രത്തോളം മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കേട്ടാൽ അവർക്കത് മനസ്സിലാവണമെന്നില്ല. ഒരു അസുഖം കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് നമ്മുടെ ശരീരത്തിനാണ് അസുഖമെങ്കിൽ ഡോക്ടറോട് പറയാം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഡോക്ടർ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിനുള്ള മെഡിസിൻ തരും. പക്ഷേ നമ്മുടെ മനസ്സിന് അത്രയും താങ്ങാൻ പറ്റാത്തതായിട്ട്, നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള മനസ്സിൻ്റെ വിഷമം വന്നു കഴിയുമ്പോൾ ശരിയായിരിക്കാം, നമുക്ക് എന്താണ് നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയായിരിക്കും. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് അറിയാമായിരിക്കും. പുറത്ത് പോകാൻ പറ്റില്ല, ആരോട് സംസാരിക്കാൻ തോന്നില്ല, ഭക്ഷണം വേണ്ട, വേറെ ഈ ഫോണിൽ എന്തെങ്കിലും മൈൻഡ് മാറും എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയാൽ അത് പറ്റില്ല. എന്തൊക്കെ തന്നെ ഇതിലോട്ട് നമ്മുടെ മനസ്സ് തിരിക്കാൻ വേണ്ടി നോക്കിയിരുന്നാലും നമ്മളെ കൊണ്ട് അതിനൊന്നും പറ്റാത്തൊരവസ്ഥ. കാര്യം അറിയാതെ എപ്പോഴും സങ്കടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു അത്രയും ഒറ്റയ്ക്ക് എനിക്ക് അതായത് നമ്മൾ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ ആശ്വാസം നമുക്ക് ആ സമയത്ത് കിട്ടും. അത്രയും നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ അത്രയും കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മനസ്സിന് അപ്പോഴും ഒരു വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ഇതിനെന്തെങ്കിലും ഒരു കാരണം, ആ മനസ്സിൽ എന്തെങ്കിലും അത്രയും അഗാധമായി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടാണല്ലോ ഒരു വ്യക്തി ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്.